ഹായ് ഗൈസ്, ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയൊരു ടെക്നോളജിയാണ്. റോബോട്ടിക് കാർ പാർക്കിംഗ് സംവിധാനമാണ്. നമ്മൾ കാർ പാർക്ക് ചെയ്യാനൊക്കെ ചെറിയ റോബോട്ടിക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെറിയൊരു റോബോട്ടിക് മെഷീൻ കൊണ്ട് കാറ് സുഖമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യുന്നതും, കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാതെ തന്നെ നമുക്ക് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ആ റോബോട്ട് കാറിനെ ലിഫ്റ്റ് ചെയ്ത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടെക്നോളജിയാണ്. വളരെ സ്ലിമ്മായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേസർ ഗൈഡഡ് ടെക്നോളജി ഉപയോഗിച്ച് റോബോട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് സ്കാൻ ചെയ്ത് കണ്ടെത്തിയിട്ട് ആ സ്പോട്ടിലേക്ക് വെഹിക്കിൾ മാറ്റി പാർക്ക് ചെയ്യും. അതൊക്കെ വളരെ നിഷ്പ്രയാസം മിനിറ്റുകൾക്കുള്ളിൽ അത് ചെയ്ത് കഴിയും. നമ്മൾക്ക് മാനുവലി ഡ്രൈവ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റാത്ത ടൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തു നിന്ന് പോലും കാറ് നിഷ്പ്രയാസം മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നു. ഈ റോബോട്ടിക് മെഷീൻ ഫയർ പ്രൂഫും അതുപോലെ വാട്ടർ പ്രൂഫുമാണ്. ചൈനയിലാണ് നിലവിലെ ഈ ടെക്നോളജി കണ്ടെത്തിയത്. നിലവിൽ ചൈനയിൽ തെർക്കേര, സിങ്ജിങ്, ബെയ്ജിങ്, ഷാങ്ഹായ് എന്നീ സ്ഥലങ്ങളിലൊക്കെ പാർക്കിങ്ങിനായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നു. ചൈനയ്ക്ക് പുറമെ മറ്റ് ചില രാജ്യങ്ങളിലും ഉപയോഗിച്ച് വരുന്നുണ്ട്. സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റിലൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് വൈകാതെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ടെക്നോളജി ഉപയോഗിച്ച് വരുന്നത് പ്രതീക്ഷിക്കാം. വളരെ ഹെവി വെയ്റ്റാണ് ഇത്രയും സ്ലിമ്മായിട്ടുള്ള റോബോട്ട് ഉയർത്തി മാറ്റി വയ്ക്കുന്നത്. അത്രയും ലോഡ് താങ്ങുന്ന ടൈപ്പ് മെഷീൻസാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റോബോട്ടിക് മെഷീൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വളരെ ഹെവി ലോഡ് താങ്ങുന്ന വിധത്തിലും അതുപോലെ പല ഷേപ്പിലുള്ള കാറുകളെ, പല വലുപ്പത്തിലുള്ള കാറുകളെ എടുത്തു മാറ്റാവുന്ന തരത്തിലുമാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള വാഹനങ്ങൾക്കും ഇത് സ്യൂട്ടാവുന്ന തരത്തിലാണ് ഈ പ്രോഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോരോ വാഹനങ്ങൾക്ക് ഓരോരോ സൈസ് അല്ലാതെ തന്നെ എല്ലാ വാഹനങ്ങൾക്കും യോജിക്കുന്ന രീതിയിലാണ്. ഏതായാലും ഇത് നല്ലൊരു കണ്ടുപിടുത്തം തന്നെയാണ്. അധികം വൈകാതെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് എത്തിക്കുന്നു. കാരണം ഇപ്പോൾ പാർക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വാഹനവും എല്ലാം കൂടി വരികയായതുകൊണ്ട് സ്പേസ് കുറവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പുതിയൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലെ പുതിയ വീഡിയോകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.